കൊറോണ രോഗികളുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. നിലവിൽ രാജ്യത്തെ ഭൂരിഭാഗം ആക്റ്റീവ് കേസുകളും കേരളത്തിലാണ് ഉള്ളത്. പുതിയ വകഭേദമായ ജെ-നോൺ കേരളത്തിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, അല്പസമയത്തിന് മുൻപായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടത്. കേരളത്തിൽ കൊറോണ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ്. ഇതിന് കുറച്ചു മുൻപ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ മന്ത്രാലയം ഇങ്ങനെ ഒരു വകഭേദം കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജാഗ്രത വേണം എന്ന് പറഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിലെ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഈ വകഭേദം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്, അതും തിരുവനന്തപുരത്താണ്. ഇത്രയും ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് ആരോഗ്യമന്ത്രി പോലും ഇതിലൊരു പ്രതികരണവും നടത്തുന്നത്. രജനി, സംസ്ഥാനത്ത് കൊറോണ കേസുകളുടെ എണ്ണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നെങ്കിൽ പോലും അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഇന്നലെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച കൊറോണ രോഗികളുടെ എണ്ണം 199 4 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കിൽ പറയുന്നത്. പക്ഷേ സംസ്ഥാനം ഇതുവരെ അത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ഈ കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കേന്ദ്രം പുറത്തുവിട്ട കണക്കാണ്. ഇന്നലെ 199 4 മരണം സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ 1700ഓളം ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തിപ്പോൾ ഉള്ളത്. ഈ 1700ഓളം ആക്റ്റീവ് കേസുകളിൽ 1500ഓളം കേസുകളും, അതായത് ഏതാണ്ട് 85% കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നേരത്തെ കൊറോണ വ്യാപകമായിരുന്ന സമയത്തും അതിന്റെ ഒരു ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്തിരുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് അത്രത്തോളം കേസുകൾ ഉയർന്നു നിൽക്കാനുള്ള കാരണമുണ്ടായത്. അതോടൊപ്പം തന്നെ ഒമിക്രോണിന്റെ പുതിയൊരു വകഭേദം, ഒരു സബ് വേരിയന്റ് ആണ് JN.1 എന്നുള്ളത്. അത് രാജ്യത്ത് 38 രാജ്യങ്ങളിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ചൈനയിലൊക്കെ തന്നെ സ്ഥിരീകരിച്ചതാണ് ഈ ഒമിക്രോണിന്റെ പുതിയ സബ് വേരിയന്റ്. അത് തിരുവനന്തപുരത്താണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ജനിതക സാമ്പിൾ പരിശോധന നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം തിരുവനന്തപുരം സ്വദേശിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ ഒരു സാമ്പിൾ പരിശോധനയുടെ ഫലത്തിലാണ് JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിലൊക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ മാസം മുതലാണ് ഈ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ നേരിയൊരു വർധനവ് രേഖപ്പെടുത്തിയിരുന്നത്. സാധാരണയായി കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2 വർഷത്തോളം ഇതിന്റെ ആ ഒരു സാന്നിധ്യം ശരീരത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതായത് പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ ഉൾപ്പെടെ ആ ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, അടിയന്തരമായ ഒരു യോഗം ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് വരുന്ന 2 ദിവസത്തിനുള്ളിൽ. അതോടൊപ്പം തന്നെ കൊറോണ പരിശോധന വ്യാപകമാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം കേന്ദ്രം ഒരു നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സാധാരണയായി ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ആശുപത്രിയിൽ ഈ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളായി വരുമ്പോൾ അതിലെന്തെങ്കിലും കൊറോണ ലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ മാത്രമാണ് പരിശോധന നടത്തുക. അതായത് മറ്റെന്തെങ്കിലും അസുഖമായി വരുന്നവർ മരണപ്പെട്ട സാഹചര്യത്തിലൊക്കെയാണ് കോഴിക്കോട് സ്വദേശിയുടെ സമാനമായ രീതിയിലായിരുന്നു. ഇന്നലെ തന്നെ 4 മരണം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരുപക്ഷെ നേരത്തെ മരണപ്പെട്ടിട്ടുള്ളതാകാം. പിന്നീട് പരിശോധന നടത്തുമ്പോഴായിരിക്കും ദിവസങ്ങൾ കഴിഞ്ഞ് കൊറോണ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അതായത് രശ്മി, മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ ഈ കൊറോണയെ നിസാരവൽക്കരിച്ച് കാണുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്. തീർച്ചയായും നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പലയിടങ്ങളിലും ഈ കൊറോണ വ്യാപനം നിയന്ത്രണ വിധേയമായിരുന്ന സമയത്തും കേരളത്തിൽ മാത്രം അത് നിയന്ത്രണ വിധേയമായിരുന്നില്ല. അത് സംസ്ഥാനത്തിന്റെ ഒരു പിടിപ്പുകേടാണ്, ആരോഗ്യ വകുപ്പിന്റെ ഒരു പിടിപ്പുകേടാണ്. കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായ വീഴ്ചയാണ് ആ ഒരു വ്യാപനത്തിന് കാരണം. ഇപ്പോഴും ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ള ആക്റ്റീവ് കേസുകൾ 1700ഓളമാണ്. അതിൽ 1500 കേസും കേരളത്തിലാണ് എന്നുള്ളതാണ്. ഇന്നലെയും 199 ആയിരുന്നു. കഴിഞ്ഞ മാസത്തിന് തൊട്ട് മുൻപുള്ള മാസം കേരളത്തിൽ സ്ഥിരീകരിച്ച കൊറോണ രോഗികളുടെ എണ്ണം 20 എന്നുള്ളതായിരുന്നു. പിന്നീട് തൊട്ടടുത്ത മാസമാണ്, അതായത് ഈ ഒരു മാസം കഴിഞ്ഞ മാസത്തിലാണ് ഈ ഒരു വർധനവ് ഈ കൊറോണ കേസുകളിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ JN.1 സ്ഥിരീകരിച്ചൊരു സാഹചര്യം, കോഴിക്കോട് ഒരാൾ മരണപ്പെട്ട സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ അടിയന്തരമായി യോഗം ചേർന്ന് പരിശോധന വ്യാപിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം, അതാണ് ആരോഗ്യ വകുപ്പിന് ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. അത്തരത്തിൽ യോഗങ്ങൾ ചേർന്നുകൊണ്ട് പരിശോധന വ്യാപകമാക്കുക, അത് തന്നെയാണ് അടുത്തതായി. രശ്മി, അപ്പോഴും ഈ മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വകഭേദം മറ്റു സംസ്ഥാനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ജാഗ്രത വേണം.
പക്ഷേ ആശങ്ക ഒന്നും വേണ്ടെന്നാണ്. ഈ രശ്മി പറഞ്ഞതുപോലെ തന്നെ ഇനി 2 ദിവസത്തിനുള്ളിൽ ഈ യോഗമൊക്കെ തന്നെ ചേരും. അതിന് ഈ 2 ദിവസം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ വേണ്ടത്? ജനങ്ങളുടെ ജീവനല്ലേ വലുത്? അതിന് എത്രയും വേണ്ടുന്നുള്ള നടപടികളൊക്കെ തന്നെ ചെയ്യണ്ടേ? ഈ ഓടുന്ന മന്ത്രിസഭ, നടക്കുന്ന മന്ത്രിസഭ എന്നൊക്കെ പറയും പോലെ ഇങ്ങനെയും ഒരു അടിയന്തര യോഗം ചേരുന്നതിന് ഈ നവകേരള സദസ്സിനിടയിൽ തന്നെ നടക്കില്ലേ? നവകേരള സദസ്സിന്റെ തിരക്കിലാണ് ആരോഗ്യമന്ത്രി നിലവിലുള്ളത്. സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം ഉൾപ്പെടെ പൂർണ്ണമായും തകിടം മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ വളരെ അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ JN.1 സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി പ്രതികരിക്കാൻ ഉൾപ്പെടെ തയ്യാറായത്. കാരണം 199 കൊറോണ കേസുകൾ പെർ ഡേ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും ഈ സബ് വേരിയന്റ് JN.1 അതിന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അടിയന്തരമായിട്ടൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലേറെ വൈകിയാണ് ആരോഗ്യമന്ത്രി പ്രതികരണം പോലും നടത്തുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ജാഗ്രത ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഈ കണക്കുകൾ കുറയേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ അത് സ്ഥിരീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ JN.1 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒമിക്രോണിന്റെ സബ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഇതിന്റെ വ്യാപനശേഷി. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് ഇത് വ്യാപിക്കും. പക്ഷേ താരതമ്യേന ഇതിന്റെ അപകടം കുറച്ച് കുറവാണ് എന്നുള്ളത്. അതായത് മരണസംഖ്യ വളരെ കുറവായിരിക്കും, പക്ഷേ അത് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് ഒരേ സമയം സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും അതിൽ കൃത്യമായിട്ടൊരു ജാഗ്രത ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ ആ രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്, സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നൽകിയിരിക്കുന്നത്. രശ്മി, ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഇത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാനത്തിനോട് ആവശ്യപ്പെടുന്നത്. ഇനി കൊറോണയുടെ ഒരു പുതിയ ഒമിക്രോണിന്റെ ഒരു പുതിയ വകഭേദം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നൽകിയിട്ടും ഇതിന് ഒരു ജാഗ്രത കുറവ് അത് വരുത്തുക തന്നെയാണ് ചെയ്തത്. അത് തന്നെയാണ് ഈ വീണ്ടും വീണ്ടും കൊറോണ കേസുകൾ കൂടാനുള്ള കാരണവും മരണം കൂടാനുള്ള കാരണവും എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ ജനിതക സാമ്പിൾ പരിശോധന, ആ ഒരു രീതിയിൽ ഇതിന്റെ ഒരു പരിശോധന കേന്ദ്രം കൃത്യമായി തന്നെ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഈ കേസുകൾ വർദ്ധിക്കുന്ന സമയത്ത് തന്നെ അത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് നൽകിയിരുന്നു, ഈ കേസുകളിൽ വർധനവുണ്ട് എന്നുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 കേസുകൾ ഉണ്ടായിരുന്ന സമയത്തും അതും അറിയിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസമാണ് ഇതിലൊരു നേരിയ വർധനവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. പിന്നീട് ഡിസംബർ ആയപ്പോഴേക്കാണ് അതൊരു 150 എന്നുള്ള ഒരു കണക്കിലേക്ക് ഉയരുകയും ഇന്നലെ അത് 200-നടുത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ടോട്ടൽ കണക്കെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ ശ്രീജിത്ത് IMA നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ, വീണ്ടും കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം ആശങ്കയായി ഈ ഒമിക്രോൺ വകഭേദം JN.1 എന്ന വകഭേദം കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കൊറോണ മരണവും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? പിന്നെ കൊറോണയെ സംബന്ധിച്ചിടത്തോളം കൊറോണയുടെ എങ്ങനെയാണ് തടയുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അതായത് കഴിയുന്നിടത്തോളം അകലം പാലിക്കുക, പിന്നെ ചുമയോ ജലദോഷമോ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക, അപ്പോൾ അത്തരത്തിലുള്ള രോഗികളിൽ നിന്ന് അകലം പാലിക്കുക. അങ്ങനെയുള്ള നമ്മൾ നേരത്തെ തന്നെ പഠിച്ച മുൻകരുതലുകൾ തുടർന്ന് പോകണം. ഇതിപ്പോ കൊറോണയായാലും അതുപോലെ തന്നെയുള്ള മറ്റ് ജലദോഷപ്പനികൾ, ഇപ്പം H1N1 ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങളെല്ലാം ഇത്തരത്തിലുള്ള മഴയും തണുപ്പും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് നാം നേരത്തെ സ്വീകരിച്ച മുൻകരുതൽ കൃത്യമായി സ്വീകരിച്ചു പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഏതായാലും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ നിരീക്ഷകരും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം കൂടെയുണ്ട് ഡോക്ടർ ശ്രീജിത്ത്, ഈ കേന്ദ്രം ഇത്തരത്തിൽ കൊറോണ കേസുകൾ കൂടുന്നുണ്ട്, പുതിയ വകഭേദമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തെ ആരോഗ്യ മന്ത്രാലയത്തിനോട് അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം അപ്പോഴും ഇതിലൊരു നിസ്സംഗ മനോഭാവമാണ് കാണിച്ചത്. മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ കൊറോണ കേസുകൾ കൂടുമ്പോഴും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയത്തൊന്നും തന്നെ അത് കാണിച്ചിട്ടില്ല. അതിൻ്റെ വിപരീത ഫലങ്ങളൊക്കെ തന്നെ കേരളം അനുഭവിച്ചതുമാണ്. പക്ഷേ ഇനിയെങ്കിലും അത്തരത്തിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയല്ലേ നോക്കേണ്ടത്?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പോ കേരളമെന്നോ തമിഴ്നാടെന്നോ കർണാടകമോ ഒന്നും ഇല്ല. വൈറസിനെ സംബന്ധിച്ചിടത്തോളം വൈറസിനെ എല്ലാ സ്ഥലവും ഒരുപോലെയാണെന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ജലദോഷപ്പനികൾ, പിന്നെ കൊറോണ ഉൾപ്പെടെയുള്ള ശ്വാസകോശ രോഗങ്ങൾ വേഗത്തിൽ പടരുക, ശ്വാസജന്യ രോഗങ്ങൾ വേഗത്തിൽ പടരുക എന്നുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മുമ്പ് കണ്ടെടുത്തോളമുള്ള ഒരു കൊറോണയുടെ ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ 2 വർഷം മുമ്പ് കണ്ടതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് വാക്സിനേഷൻ ലഭിച്ചിട്ടുള്ളത് കൊണ്ടും രോഗം പലർക്കും വന്നു പോയിട്ടുള്ളത് കൊണ്ടും തീവ്രത അത്രത്തോളം കഠിനമാകും എന്ന് നമ്മൾ കരുതുന്നില്ല. എന്നുള്ളത് മാത്രമല്ല, ഒമിക്രോണിന്റെ ഒരു അറ്റാക്കും നേരത്തെ ഉണ്ടായതാണ്. അപ്പോൾ ഒമിക്രോൺ അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളവും മീൻസ് ഈ ആദ്യം വന്ന നോവൽ കൊറോണ വൈറസിനെ അപേക്ഷിച്ച് അതിന്റെ തീവ്രത കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എല്ലാവരും കാരണം പലപ്പോഴും ഇടയ്ക്ക് ഒരു സമയത്ത് ഏത് പനി വന്നാലും ഇത് കൊറോണ അല്ല എന്ന് നമ്മളെല്ലാവരും ധരിച്ചു. നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊന്നും മെനക്കെട്ടില്ല. ടെസ്റ്റ് ചെയ്ത പലർക്കും അത് കൊറോണയാണെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതുകൊണ്ട് കൊറോണ പോയി എന്ന് ധരിക്കുക സാധ്യമല്ല. അത് അങ്ങനെ കൊറോണ എന്നല്ല, ഏത് തരത്തിലുള്ള ശ്വാസജന്യ രോഗങ്ങളും അങ്ങനെ പൂർണ്ണമായും മാറുന്ന ഒന്നല്ല. വകഭേദങ്ങളോടെ വന്നും പോയി ഇരിക്കുന്നതാണ്. പക്ഷെ മുമ്പത്തെക്കാൾ തീവ്രത കുറഞ്ഞിരിക്കും എന്നുള്ളതായിരിക്കും ഒരാശ്വാസം. ഏതായാലും ഈ ശ്വാസജന്യ രോഗങ്ങൾക്കുള്ള മുൻകരുതലുകൾ നാം എല്ലാവരും സ്വീകരിച്ചു തന്നെ മുമ്പോട്ട് പോകണം. ഈ വ്യാപനശേഷി ഇതിന് കൂടുതലാണ്, അല്ലെ JN1 കൂടുതലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ അടക്കം പറയുന്നത്. അല്ല, അത് കഴിഞ്ഞോടെ നമ്മൾ കണ്ടതാണല്ലോ. ഒമിക്രോണിനെ സംബന്ധിച്ചിടത്തോളം വ്യാപനശേഷി സാധാരണ ആദ്യം വന്ന കൊറോണ വൈറസിനെക്കാളും വ്യാപനശേഷി വളരെ കൂടുതലാണ്. എന്നാൽ പ്രഹരശേഷി, അതായത് രോഗത്തിന്റെ തീവ്രത സാധാരണഗതിയിൽ കുറവാണ്. അതിപ്പം പുതിയ വ്യതിയാനങ്ങൾ വരുമ്പോഴേക്ക് ഇതിൽ തീവ്രതയാണോ കൂടുന്നത്, വ്യാപനമാണോ കൂടുന്നത് എന്നുള്ളത് നോക്കി അറിയേണ്ടിയിരിക്കുന്നു. ബട്ട് സാധാരണഗതിയിൽ നമുക്ക് തുടക്കത്തിലുള്ളത്ര തീവ്രതയിലുള്ള ഒരു രോഗം വരാൻ, തീവ്രത എന്ന് പറയുമ്പോൾ രോഗതീവ്രത, പക്ഷെ വ്യാപനശേഷി തീർച്ചയായിട്ടും ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഈ ആരോഗ്യ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നും, അഥവാ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് കഴിയുന്നതും ഐസൊലേറ്റഡ് ആയിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ ശ്രദ്ധിക്കുക. കാരണം ഇടയ്ക്ക് നമ്മുടെ ഇടയിലെല്ലാം പൊതുവിൽ നമുക്കൊരു ഇനിയിപ്പോ മാസ്ക് വേണ്ട, അല്ലെങ്കിൽ ഇനി അകലം വേണ്ട, ഇനി ഒരുമിച്ച് കൂടാം, യാതൊരു മുൻകരുതലും വേണ്ട. അത് കൊറോണയ്ക്ക് മാത്രമല്ല, എല്ലാ ശ്വാസജന്യ രോഗങ്ങളും കുറയുവാൻ കൊറോണ സമയത്തൊക്കെ ക്ഷയരോഗം വളരെ കുറഞ്ഞിരുന്നു. അത് സഹായകരമാകും. അതുകൊണ്ട് പൊതുജനം മനസ്സിലാക്കേണ്ടത് ഈ രോഗം നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇനി മുൻകരുതൽ എടുക്കുമ്പോൾ കൊറോണ ഉൾപ്പെടെയുള്ള എല്ലാ ശ്വാസജന്യ രോഗങ്ങളിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കും എന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ മുൻകരുതൽ എടുത്ത് മുമ്പോട്ട് പോകുക. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ഡോക്ടർ ശ്രീജിത്ത് പ്രതികരിച്ചതിൽ. എന്തായാലും ഈ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു വൈറസ് രോഗം ഒരിക്കലും മാറില്ല, അത് ഇവിടത്തേക്ക് തന്നെ കാണും. അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ജനങ്ങൾ പാലിക്കണം. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന ജാഗ്രതകളൊക്കെ തന്നെ പാലിക്കണം. എന്തായാലും സംസ്ഥാനത്ത് കൊറോണ വീണ്ടും പടർന്നു പിടിക്കുന്നു എന്നുള്ളൊരു ആശങ്കയുണ്ട്. ജാഗ്രത വേണ്ട എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും നമ്മൾ സ്വയം ഈ അസുഖങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് സ്വയം ചികിത്സ നൽകാതെ വേഗം ആശുപത്രിയിൽ പോയി അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെ എടുക്കണമെന്നാണ് പറയാനുള്ളത്. ലക്ഷ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.